RRBPയുടെ QA സെക്ഷനിൽ നിങ്ങൾക്ക് ഒരു മാക്സിമം സ്കോർ അച്ചീവ് ചെയ്യണ്ടേ? എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്, എല്ലാവരുടെയും ഒരു ആവശ്യമാണ് ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളത്. എനിക്കറിയാം നിങ്ങളുടെ ആവശ്യം എന്താണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ തന്നെ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഒരുപാട് ആസ്പിരൻസ് 30+ സ്കോർ നമ്മൾ എന്ത് ചെയ്യും, അച്ചീവ് ചെയ്യും റീസണിങ്ങിൽ. പക്ഷേ QA സെക്ഷനിൽ ആ ഒരു സ്കോർ ഇല്ലാത്തത് കാരണം എന്ത് സംഭവിക്കും? ടോട്ടൽ സ്കോറിൽ നമ്മൾ ഉദ്ദേശിച്ച സ്കോർ എത്തുന്നില്ല. അപ്പം 20 മിനിറ്റിൽ നമുക്ക് 40 ക്വസ്റ്റ്യൻ ആണ് അച്ചീവ് ചെയ്യേണ്ടത്. അതിനൊരു റൈറ്റ് സ്ട്രാറ്റജി വേണം, റൈറ്റ് അപ്രോച്ച് വേണം. അതെങ്ങനെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിനെയും എപ്പോൾ സെലക്ട് ചെയ്യാം, ഏത് ക്വസ്റ്റ്യൻസിനെ സ്കിപ്പ് ചെയ്യാം, ടൈം മാനേജ്മെന്റ്, ഇതെല്ലാം ഇതിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ അത് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ? അതിനുള്ള ഒരു കറക്റ്റ് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം പ്ലീസ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം. അത് മാത്രമല്ല, നിങ്ങൾ ഇതിനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ മോക്ക് ടെസ്റ്റിൽ എന്ത് ചെയ്യണം, അത് റൈറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ അതിന് ഒരു രസകരമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കഴിഞ്ഞ വേൾഡ് കപ്പ്, ഫുട്ബോൾ വേൾഡ് കപ്പ് കണ്ടു കാണും അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഒരു ബോൾ ഒരു പ്ലെയറിന്റെ കൈ കിട്ടിയാൽ കറക്റ്റ് അടുത്ത ബോൾ ആരുടെ കയ്യിൽ പാസ് ചെയ്യണമെന്ന് ആ പ്ലെയറിന് കറക്റ്റ് ആയിട്ട് അറിയാം. അതുപോലെ അടുത്ത പ്ലെയർ അല്ലെങ്കിൽ വേറൊരു പ്ലെയറിന് എങ്ങോട്ട് പാസ് ചെയ്യണം, ഇതെല്ലാം അവർക്കൊരു കറക്റ്റ് ഒരു കോർഡിനേഷൻ ഉണ്ട്. അത് മാത്രമല്ല, ഓരോ പ്ലേസിന്റെയും മൂവ്മെന്റ്, ഒരു ബോൾ ഇവിടെ പോയാൽ അടുത്ത പ്ലെയർ എങ്ങോട്ട് മൂവ് ചെയ്യണം, ഏത് പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യണം, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് അവർക്ക് അറിയാം. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? 11 പ്ലേയേഴ്സ് കളിക്കുന്ന ഒരു ഗെയിമാണ്. അവരുടെ മൈൻഡ് ടു മൈൻഡ് കോർഡിനേഷൻ നമ്മൾ സമ്മതിക്കണമല്ലേ? അപ്പൊ നമ്മൾ അതിശയിച്ച് കാണും ഇത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഈ ഒരു ബോൾ ഇന്ന ആളുടെ പാസ്സാക്കണം. അപ്പൊ അത് എങ്ങനെയായിരിക്കും വന്നത്? അവരുടെ ആ ഒരു ആക്ച്വൽ മാച്ചിന് മുന്നേ ഉള്ള ഒരു ഹാർഡ് വർക്കാണ്, അവരുടെ ട്രെയിനിങ് സെക്ഷൻസ് ആണ്, അവരുടെ പ്രാക്ടീസ് സെക്ഷൻസ് ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 7 ദിവസമായിരിക്കും അവർക്ക് ആ ഒരു വലിയൊരു മാച്ച് കളിക്കാൻ വേണ്ടി കിട്ടുന്നതെന്ന് വിചാരിക്കുക. ആ 7 ദിവസത്തിൽ അവരെന്ത് ചെയ്യും? ഇത്രയും പ്രാക്ടീസ്, ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യും. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ RRBPOയ്ക്ക് എത്ര ദിവസം നമ്മുടെ മുൻപിലുണ്ട്? 24 ദിവസം നമ്മുടെ മുൻപിലുണ്ട്. ഇനി കൗണ്ട് ഡൗൺ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ ഈ 24 ദിവസം നമ്മൾ അതുപോലൊരു സ്ട്രാറ്റജി, നമ്മൾ അതുപോലൊരു പ്രാക്ടീസ്, നമ്മൾ അതുപോലൊരു ട്രെയിനിങ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു സ്ട്രാറ്റജി നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മളുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് അത് അപ്ലൈ ചെയ്തൂടെ? ആ ഒരു സ്ട്രാറ്റജി വർക്ക് ആവത്തില്ലേ? നല്ലൊരു സ്കോർ കിട്ടത്തില്ലേ? അപ്പൊ അതിനർത്ഥം എന്താ? നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയാണ് നമുക്ക് 24 ദിവസം നമ്മൾ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ നമ്മളൊരു റൈറ്റ് സ്ട്രാറ്റജിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യണം. അപ്പൊ അതിനൊരു ഉത്തരം വേണ്ടേ? വൈ സ്ട്രാറ്റജി ഈസ് ഇമ്പോർട്ടന്റ്. എന്തുകൊണ്ടാണ് സ്ട്രാറ്റജി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? ഇഫ് യു ഡോണ്ട് പ്ലാൻ, ടൈം വിൽ സ്ലിപ്പ് അവേ. എന്തുകൊണ്ടാ? 20 മിനിറ്റിൽ നമുക്ക് 40 ക്വസ്റ്റ്യൻ ആണ് RRBPOയ്ക്ക് ചെയ്യേണ്ടത്. ഈസി ആണോടെ? ഈസി അല്ലല്ലോ, ടഫ് അല്ലേ? അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യണം? കറക്റ്റ് ക്വസ്റ്റ്യനെ സെലക്ട് ചെയ്യണം. അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്കോർ കിട്ടാനുള്ളത്, അവന്മാരെ പിടിക്കണം. അപ്പൊ നമുക്ക് എന്തൊക്കെ വേണം? റൈറ്റ് ക്വസ്റ്റ്യൻ ഓർഡേഴ്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഏതൊക്കെ ക്വസ്റ്റ്യൻസിനെ ആദ്യം സെലക്ട് ചെയ്യണം. സ്മാർട്ട് സ്കിപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എബിലിറ്റി നമുക്ക് വേണം. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തു, ആ ക്വസ്റ്റ്യൻ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്കായി പോയെന്ന് വിചാരിച്ചോ, അവിടെ പിന്നെയും നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കാതെ ആ ക്വസ്റ്റ്യനെ മാർക്ക് ആൻഡ് റിവ്യൂ കൊടുക്കണം എന്നുള്ളൊരു കമാൻഡ് നമുക്ക് കിട്ടണം. അത് എങ്ങനെ കമാൻഡ് വരും? നമ്മൾ മുൻപേ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മോക്ക് എഴുതി നമ്മൾ എന്ത് ചെയ്യും? ഡെവലപ്പ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി പറയും, മോനെ ഇവിടെ ഓടിക്കോ, നമ്മൾ ഇത് പണിയാണെന്ന് പറയാനുള്ളൊരു കമാൻഡ് നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഇനി ടൈം കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഒരു വലിയൊരു കഴിവ് നമുക്ക് വേണം. എന്താണെന്നറിയോ? ഓരോ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ഒരു മിസ്സലേനിയസ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു സിംപ്ലിഫിക്കേഷൻ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഈ ഒരു സെക്കൻഡ്, ഇത്ര സെക്കൻഡേ കൊടുക്കാൻ പാടുള്ളൂ. അതിന് മേളിലോട്ട് ഒരു സെക്കൻഡ് പോകാൻ പാടില്ല. അവിടെയും നമുക്ക് ടൈം കൺട്രോൾ വേണം. അപ്പൊ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ എവിടുന്നേ ഡെവലപ്പ് ചെയ്യത്തുള്ളൂ? മോക്ക് ടെസ്റ്റിലൂടെ ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 24 ദിവസം ഉണ്ട്, 24 മോക്ക് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കയറി പോകുന്ന കാര്യമുള്ളേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന സ്കോർ ആയിരിക്കത്തില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിന് മുൻപേ കിട്ടുന്നതിനെക്കാട്ടിലും 10 മാർക്ക് എക്സ്ട്രാ കിട്ടും. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ആ മോക്ക് എഴുതിയിട്ട് നിങ്ങളുടെ സ്കോർ നിങ്ങൾ കമന്റ് ചെയ്തോ, അപ്പൊ ഞാൻ സമ്മതിച്ചു തരാം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തുടങ്ങാം. റൈറ്റ് ക്വസ്റ്റ്യൻ ഓർഡർ നമ്മളിവിടെ പറഞ്ഞിട്ടില്ലേ? ഓരോ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നോക്കിക്കോ, നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യനെ ആദ്യം സെലക്ട് ചെയ്യണം? RRBPOയുടെ QA സെക്ഷനിൽ നമുക്ക് ആ 20 മിനിറ്റിൽ 40 ക്വസ്റ്റ്യനിൽ നിന്നും എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ മാക്സിമൈസ് ചെയ്യാം? അപ്പൊ അതിന് റൈറ്റ് ഓർഡർ വേണ്ടേ ക്വസ്റ്റ്യനെ പിക്ക് ചെയ്യാൻ? അപ്പോൾ നമ്മൾ ആദ്യം ഏത് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത്? മിസലേനിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. രണ്ടാമത്തെ സെലക്ഷൻ ആരായിരിക്കണം? ഈസി ആയിട്ടുള്ള അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. മൂന്നാമത്തത് ECDA ആയിരിക്കണം. ആൻഡ് നാലാമത്തത് വേരിയബിൾ ആൻഡ് അരിത്തമെറ്റിക് ലെങ്തി DAs ആയിരിക്കണം. അതായത് വേരിയബിൾ അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് കാണും, അതല്ലെങ്കിൽ 2 ടൈപ്പ് DAs കാണുമല്ലോ. അത്യാവശ്യം കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള, അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള DAs കാണും, അതുപോലെ വേരിയബിൾ ആയിട്ടുള്ള അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് കാണും. ആൻഡ് ലാസ്റ്റ് വൺ ആണ് നമ്മൾ പറയേണ്ടത് ദ ട്രാപ്പ് അല്ലേ? നമ്മൾ എപ്പോഴും പറഞ്ഞ കേസാണ് ദ ട്രാപ്പ്. എന്താ ഈ കേസെറ്റ് DI എന്ന് പറഞ്ഞ ആക്ച്വലി ഒരു ട്രാപ്പ് ആണ്. അപ്പൊ അവന് നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? അവസാനമേ പിക്ക് ചെയ്യാവുള്ളൂ. എപ്പോഴും നമ്മൾ എക്സാം തുടങ്ങുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ പറയുന്ന കേസെറ്റ് DI ആയിരിക്കും. കാര്യം എന്താ? എക്സാമിനറിന് അറിയാം
ഇവനെ അവിടെ ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ബുദ്ധിമുട്ടിക്കണം, അപ്പോൾ അവൻ്റെ എവിടം വരെ സ്കോർ പോകും, അല്ലെങ്കിൽ എത്രത്തോളം സമയം എടുക്കും. അപ്പോൾ പക്ഷേ സ്മാർട്ടായിട്ടുള്ള ആസ്പിറൻസ് എന്ത് ചെയ്യുന്നറിയോ, അവനറിയാം ഇത് ഇവിടെ ഇട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരുന്ന പണി വാളും അപ്പോഴേ സ്കിപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം എങ്ങനെ ഡെവലപ്പ് ചെയ്യും? മോക്ക് എഴുതണം. തുടങ്ങാം നമുക്ക്. ഓരോരോ പിക്കിലും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യണം, ഓരോ ക്വസ്റ്റ്യനും എത്ര സെക്കൻഡ് കൊടുക്കണം. നോക്കിക്കോ, നമ്മൾ ഫസ്റ്റ് പിക്കിൽ മിസലേനിയസ് ക്വസ്റ്റ്യൻസിനെ ആയിരിക്കണം എടുക്കേണ്ടത്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഫസ്റ്റ് പിക്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സെലക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് മിസലേനിയസ് ആവേണ്ടത്? സ്റ്റാർട്ട് ഫാസ്റ്റ്, ബിൽഡ് മൊമെന്റം ഏർലി. അതായത് നമ്മൾ ഫസ്റ്റിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അത്യാവശ്യം എന്താ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നല്ലൊരു മൊമെന്റം കിട്ടും അല്ലേ, നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. നോക്കിക്കോ, അപ്പോൾ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേഷൻസ് അവിടെ ഈസി ആയിരിക്കും. അതായത് ഈ സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ്, അതുപോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ക്വസ്റ്റ്യൻസ്, നമ്പർ സീരീസ്, ഇതിനൊക്കെ വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ അതിന്റെ ഒരു ഗുണം എന്താ? നമുക്ക് ചെയ്താൽ കറക്റ്റ് ആൻസർ കിട്ടും, നമ്മുടെ ആക്യുറസി ഹൈ ആയിരിക്കും. ആൻഡ് നമുക്ക് എന്ത് ചെയ്യും? ഇത് നമുക്കൊരു കുറഞ്ഞ സമയത്ത് ഒരു 4 മിനിറ്റിനുള്ളിൽ ഒരു നല്ലൊരു റേഞ്ച് ഓഫ് സ്കോർ, ഒരു 8 ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ നമ്മളുടെ കോൺഫിഡൻസ് അങ്ങ് കയറി പോടെ, പിന്നെ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ നല്ലൊരു എനർജി ആയിരിക്കും. അപ്പൊ നമ്മൾ ആ ഒരു സ്ട്രാറ്റജി നമ്മൾ അപ്രോച്ച് ചെയ്യണം. നോക്കിക്കോ, അപ്പൊ ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ സിംപ്ലിഫിക്കേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആൻഡ് നമ്പർ സീരീസ് ആയിരിക്കും. അപ്പൊ ലാസ്റ്റിലത്തെ ഒരു പാറ്റേൺ RRBPയോടെ ലാസ്റ്റ് 2-3 വർഷത്തെ ഒരു പാറ്റേൺ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും ഒന്നിച്ച് വരത്തില്ല. ഒന്നെങ്കിൽ സിംപ്ലിഫിക്കേഷനും റോങ് നമ്പർ സീരീസും, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനും റോങ് നമ്പർ സീരീസും, അല്ലെങ്കിൽ റോങ് നമ്പർ സീരീസ് മാത്രം. അപ്പൊ നമ്മളൊരു ലാസ്റ്റ് 2 വർഷത്തെ RRBPയോടെ സ്ട്രാറ്റജി നോക്കിയാൽ അവിടുത്തെ ഒരു പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ, ഒന്നെങ്കിൽ സിംപ്ലിഫിക്കേഷനും റോങ് നമ്പർ സീരീസുമാണ് വന്നത്, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനും റോങ് നമ്പർ സീരീസുമാണ് വരുന്നത്. ഇനി ടഫ് ഷിഫ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ റോങ് നമ്പർ സീരീസ് മാത്രമേ വന്നിട്ടുള്ളൂ മിസ്ലേനിയസ് ആയിട്ട്. ബാക്കി അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസും DIs ആയിരുന്നു. അത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ജസ്റ്റ് അനാലിസിസ് ചെയ്താൽ മനസ്സിലാവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, സിംപ്ലിഫിക്കേഷനിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും മാക്സിമം നമ്മൾ കൊടുക്കാൻ പാടുള്ളത് 25 സെക്കൻഡ് ആയിരിക്കണം ഒരു ക്വസ്റ്റ്യന്. അതിൽ നിന്ന് 1 സെക്കൻഡ് മേലോട്ട് പോകാൻ പാടില്ലടേ. കാര്യം നമുക്ക് വലിയ ക്വസ്റ്റ്യൻസ് ഇനി കിടക്കുക. അതുപോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ് വരുന്നെങ്കിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ മാക്സിമം നമുക്ക് 30 സെക്കൻഡ് അല്ലെങ്കിൽ 40 സെക്കൻഡേ കൊടുക്കാൻ പാടുള്ളൂ. അതിന് മേലോട്ട് 1 സെക്കൻഡ് കൊടുക്കാൻ പാടില്ല. ഇനി ഇവിടെ നമ്മളെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പാർട്ടുണ്ട്, റോങ് നമ്പർ സീരീസ്. കാര്യം മിസ്സിംഗ് നമ്പർ സീരീസ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വർഷത്തിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതായത് ഷിഫ്റ്റുകളിൽ ചോദിച്ചത് വളരെ കുറവാണ്. ചോദിച്ചിട്ടുണ്ട് ഈസി ഷിഫ്റ്റുകളിൽ മിസ്സിംഗ് നമ്പർ സീരീസ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും നമ്മുടെ വേഴ്സ്റ്റിന് നമ്മൾ പ്രതീക്ഷ പോകണം. അപ്പം റോങ് നമ്പർ സീരീസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അവിടെ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ടോട്ടൽ നമുക്ക് കാണും. തീർച്ചയായിട്ടും 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടായിരുന്നു. 5 ക്വസ്റ്റ്യൻസ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ആ 5 ക്വസ്റ്റ്യനിൽ അതിനെ നമുക്ക് 3ആയിട്ട് വേണം തിരിക്കാം. 2 ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 മീഡിയം ക്വസ്റ്റ്യൻസ് ഉണ്ട്, 1 ഹാർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി എന്താ? ആ 2 ഈസി ക്വസ്റ്റ്യൻസിനെ പിക്ക് ചെയ്യുക. അതിന് ഒരുപാട് സമയം കൊടുക്കാൻ പാടില്ല. മാക്സിമം 30 സെക്കൻഡ് കൊടുക്കുക. ഓക്കെ ആണല്ലോ? നമ്മൾ ഓരോ റോങ് നമ്പർ സീരീസ് ചെയ്യാനും ഒരു 30 ക്വസ്റ്റ്യൻ കൊടുക്കുക, 30 സെക്കൻഡ് കൊടുക്കാം. ആ 30 സെക്കൻഡിൽ കിട്ടുകയാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുക. അത് കിട്ടത്തില്ല എങ്കിൽ മാർക്ക് ആൻഡ് റിവ്യൂ കൊടുക്കുക. അതാണ് നമ്മുടെ സ്ട്രാറ്റജി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലാസ്റ്റ് സ്കാനിൽ അവസാനം നമ്മുടെ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു രീതി നിങ്ങൾ എന്ത് ചെയ്യണം? മോക്ക് ടെസ്റ്റിൽ അപ്രോച്ച് ചെയ്യണം. അപ്പൊ നമ്മൾ മിസ്ലേനിയസിൽ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് എന്താ? ഈസി കാൽക്കുലേഷൻസ് ആയിരിക്കും, ഹൈ ആക്യുറസി ആയിരിക്കും, ഇൻസ്റ്റന്റ് കോൺഫിഡന്റ് ബൂസ്റ്റ് വരും. അപ്പൊ നമ്മൾ ഒരു 4 മിനിറ്റ് ടോട്ടൽ അല്ലെങ്കിൽ 4 to 5 മിനിറ്റ് ആണ് നമ്മൾ മിസ്ലേനിയസ് ചെയ്യാൻ എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. 5 ക്വസ്റ്റ്യൻ സിംപ്ലിഫിക്കേഷൻ വരും, സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ. റോങ് നമ്പർ സീരീസ് നമുക്കൊരു 3 ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, 4 മിനിറ്റിൽ 8 ക്വസ്റ്റ്യൻ നമുക്ക് കറക്റ്റ് ആയിട്ട് 100% ആക്യുറസിയിൽ കിട്ടും. ഞാനിതൊരു മിനിമം മാർക്കാണ് പറഞ്ഞത്. ഇതിന് മേളിലോട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുഖമായിട്ട് 10 ക്വസ്റ്റ്യൻ 10ൽ 10 നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം 4 മിനിറ്റിൽ 10 ക്വസ്റ്റ്യൻ നമ്മൾ സ്കോർ ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ തുടങ്ങും നമ്മുടെ കോൺഫിഡൻസിന്റെ ആ ഒരു ഗ്രാഫ് മേളിലോട്ട്. അത്രയും കോൺഫിഡൻസ് നമുക്ക് കിട്ടും. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ടോപ്പിക് ടെസ്റ്റ് ഒക്കെ എടുക്കുക. സിംപ്ലിഫിക്കേഷന്റെ മാത്രമായിട്ട് ടോപ്പിക് ടെസ്റ്റ് എടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? RRBPO ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെ എടുക്കണം. കാര്യം അത്യാവശ്യം ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. അതായത് ഒരു ടൈമർ സെറ്റ് ചെയ്യുക. നമ്മുടെ കയ്യിൽ ഒരു ടൈമർ ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ സ്റ്റോപ്പ് വാച്ച് വെക്കുക. ഒരു 5 ക്വസ്റ്റ്യൻ വെക്കുക. നമ്മൾ ആ ഒരു 4 സെക്കൻഡ് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 ദിവസം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യും. കാര്യം മനസ്സിലായല്ലോ? സോ നമുക്കിനി എന്ത് ചെയ്യാം? നമുക്കിനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ സെലക്ട് ചെയ്യാൻ പോകാം. അപ്പൊ ഏതായിരിക്കും? സെക്കൻഡ് പിക്ക് അല്ലേ? നമുക്ക് സെക്കൻഡ് സ്കാനിങ്ങിലോട്ട് പോകാം. അപ്പൊ അവിടെ ചെയ്യേണ്ടത് ഈസി അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് കാണും. അതായത് അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസിൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും. നമുക്കൊരു 10-12 അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 8 അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വിചാരിച്ചോ. അതിൽ ഈസി ക്വസ്റ്റ്യൻസ് കാണും, ഡിഫിക്കൽട്ടി കാണും, മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് കാണും. അപ്പൊ അതിൽ ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരിക്കും നോക്കിക്കോ.
അതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ നമ്മളോട് നമ്മൾ ചോദിക്കണം നമ്മളുടെ സ്ട്രെങ്ത് എന്താണ്. അരിത്തമെറ്റിക് ചാപ്റ്റേഴ്സിൽ നമ്മൾ എവിടെയൊക്കെയാണ് പുലിയായിട്ടുള്ളത്. ചില ആൾക്കാർക്ക് കോമൺ, ഇപ്പൊ നമ്മളൊരു കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഏജസ് വളരെ ഈസിയാണ്, ടൈം ആൻഡ് വർക്ക് ഈസിയാണ്, ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, മെൻസുറേഷൻ വളരെ ഈസിയാണ്, പെർസെൻറ്റേജിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ കംഫർട്ട് സോൺ, നമ്മൾ ഓരോ ആസ്പിരൻസിന്റെയും കംഫർട്ട് സോൺ അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് അനുസരിച്ച് എന്ത് ചെയ്യണം, ആ ഈസി ക്വസ്റ്റ്യൻസിനെ പിക്ക് ചെയ്യുക, ആ ഒരു സെക്കൻഡ് സ്കാനിൽ ചെയ്യുക. അപ്പോൾ ഡൂവബിൾ ആയിട്ടുള്ള അരിത്തമെറ്റിക് ഫസ്റ്റ് എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടൈം ഈറ്റേഴ്സിനെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ ഈ ടൈം ഈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാൽക്കുലേഷൻസ് ആയിട്ടുള്ള അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് ഉണ്ടേ, വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും നമ്മൾ 2 ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിച്ചിട്ട് ഇവന്മാരെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് വരും, അവിടെയും വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും ചെയ്ത് തുടങ്ങട്ടെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, തുടങ്ങും, എവിടെയെങ്കിലും സ്റ്റക്കായി പോകും, നമ്മൾ എന്ത് ചെയ്യും, പാനിക് ആവും, പ്രഷർ സിറ്റുവേഷനിലോട്ട് പോകും. ഓൾറെഡി നമ്മൾ കുറച്ച് സമയം അങ്ങ് കളഞ്ഞു ആ ഒരു ക്വസ്റ്റിന് വേണ്ടി, ആൻസർ കിട്ടുമോ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, അവിടെ നമ്മുടെ കമാൻഡ് വരണം, ഇറങ്ങി ഓടിക്കോ എന്നുള്ളൊരു കമാൻഡ് നമ്മുടെ തലയിൽ വരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അവിടെ മാർക്ക് ആൻഡ് റിവ്യൂ കൊടുത്തിട്ട് അടുത്ത ക്വസ്റ്റിലോട്ട് പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഏറ്റവും ഈസി ആയിട്ടുള്ള നമ്മുടെ സ്ട്രെങ്ത് എന്താണോ, ഏത് ചാപ്റ്ററിലാണ് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളത്, ആ ടൈപ്പ് അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസിന് നമ്മൾ സെലക്ട് ചെയ്ത് ഓടിക്കോ, അതിന് സെലക്ട് ചെയ്തോ. അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ സൈഡിൽ നമുക്ക് ക്വസ്റ്റ്യൻസിന് സെലക്ട് ചെയ്യാനുള്ള ഒരു ബാർ ഉണ്ടല്ലോ അല്ലെ, ഇങ്ങനെ കോളം കൊടുത്തിട്ട് നമുക്ക് 1 2 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്പേഴ്സ് കൊടുക്കത്തില്ല, ക്വസ്റ്റ്യൻ നമ്പർ 1 2 3 4 5 6 ഇങ്ങനെ നമ്പേഴ്സ് കൊടുക്കത്തില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മുടെ മൗസ് എടുത്തിട്ട് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിനിൽ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 1 ക്ലിക്ക് ചെയ്യുക, രണ്ടാമത്തെ ക്വസ്റ്റിനിൽ പോകണമെങ്കിൽ 2 ക്ലിക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒന്നാമത്തെ ക്വസ്റ്റിനും മൂന്നാമത്തെ ക്വസ്റ്റിനും നമ്മൾ ജസ്റ്റ് ഒന്ന് റാൻഡമായിട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായി 2 ക്വസ്റ്റിന് അരിത്തമെറ്റിക് ആണ്. അപ്പൊ അതിനർത്ഥം എന്താ, 1 to 5 മൊത്തം അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ അടിച്ചടിച്ച് പോകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് ഹെൽപ്ഫുൾ ആണ് DIs വരുമ്പോൾ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ DIസിന്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിനർത്ഥം എന്താ, അല്ലെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, DIയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും, തീർച്ചയായിട്ടും എന്തായിരിക്കും, DIs ആയിരിക്കും. അപ്പം 1 to 5 നമ്മൾ ജസ്റ്റ് ഒന്ന് ഇനിഷ്യലി മാർക്ക് ആൻഡ് റിവ്യൂ കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം 1നും 5നും ഇടയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, DI ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇങ്ങനത്തെ ചെറിയ ഇത് ഞുറുക്ക് വിദ്യകളും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ പിക്കിൽ നമ്മൾ അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസിനെ എടുത്തു, അതിൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്തു, അതിൽ നിന്ന് നമ്മളൊരു നല്ലൊരു ഡീസെന്റ് അറ്റംപ്റ്റ് വരുത്തി. ഇനി നമ്മൾ മൂന്നാമത്തെ പിക്കിലോട്ട് പോകണ്ടേ, അതായത് ഈസി DIസിനെ സെലക്ട് ചെയ്യണം. അപ്പൊ ആ ഒരു ട്രാക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ആദ്യത്തെ ആ ഒരു ഇനിഷ്യൽ ഫേസുകളിൽ നമ്മൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ സെലക്ട് ചെയ്ത് പോവാണ്. അപ്പൊ നമുക്ക് എന്താ ഗുണം, എന്താ, നമ്മുടെ അറ്റംപ്റ്റ് നമ്മൾ അറിയാതെ തന്നെ കൂടുന്നുണ്ട്, 100% ആക്യുറസിയിൽ കൂടുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈസി DIസിനെ എടുക്കുക. അപ്പം പിക്ക് DIs വിത്ത് ഡയറക്റ്റ് വാല്യൂസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അവോയ്ഡ് ബിഗ് കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നോക്ക് ചില DIs ഉണ്ട് നമുക്ക് മിക്സഡ് DIs ആയിട്ട് വരും. അതായത് 2 പൈ ചാർട്ട് അല്ലെങ്കിൽ 2 ഡബിൾ ഗ്രാഫ് വരുന്ന DIs കാണും. അതിൽ അതായത് പെർസെൻറ്റേജ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റേഷ്യോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും. നമ്മൾ അതിന് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള DIs നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കറിയാം 5 ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നമുക്ക് കാണത്തില്ലേ, ഒരു DIക്കകത്ത് 5 സബ് ക്വസ്റ്റ്യൻസ് കാണത്തില്ലേ. ആ 5 സബ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഈസി DIs ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു 3 ഈസി ക്വസ്റ്റ്യൻസ് കാണും, ഒരു ആവറേജ് ക്വസ്റ്റ്യൻസ് കാണും, ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു DIs ഞാൻ നേരത്തെ ഒരു ടൈമർ ഒക്കെ വരച്ച് കാണിച്ചില്ലേ, അപ്പോൾ 1 to 5 എന്ന് പറഞ്ഞ DIs ആണെങ്കിൽ നമ്മൾ നോക്കുക, ചിലപ്പോൾ നമ്മുടെ സമയത്തിന്റെ ഒരു ഇത് കൊണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആയിരിക്കും, സബ് ക്വസ്റ്റ്യൻ രണ്ടാമത്തത് ഡിഫിക്കൽട്ട് ആയിരിക്കും, 3, 4, 5 ആയിരിക്കും ഈസി ക്വസ്റ്റ്യൻസ്. നമ്മുടെ പേഷ്യൻസ് സമ്മതിക്കോടെ 1, 2 ഡിഫിക്കൽട്ട് ആണെന്ന് കാണുമ്പോഴേ നമ്മൾ ഇറങ്ങി ഓടും. അങ്ങനെ ചെയ്യരുത്. ബാക്കി 3, 4, 5 കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്ക്, അത് ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു 3 ക്വസ്റ്റ്യൻസിനെ ആദ്യം സെലക്ട് ചെയ്തോ, ബാക്കി ആവറേജും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ മാർക്ക് ആൻഡ് റിവ്യൂ എടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് പറ്റും, 3 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ ഒരു ഷിഫ്റ്റ് ടഫ് ആണെങ്കിൽ, നമ്മുടെ ഷിഫ്റ്റ് ടഫ് ആണെങ്കിൽ അവിടെ ആരുണ്ട്, നോർമലൈസേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ 3 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തു, നമുക്ക് കിട്ടുന്ന 3 മാർക്ക് ആയിരിക്കത്തില്ല, ചിലപ്പം നോർമലൈസേഷൻ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് 4 മാർക്കോ 4.5 മാർക്കോ കിട്ടും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് റൈറ്റ് ആയിട്ട് നമ്മളെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുന്നതും റൈറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിന് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതും, അതായത് ഏത് ക്വസ്റ്റ്യൻസിനെ എടുക്കണം എന്നുള്ളതിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഓൾവേസ് നമ്മൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം, 100% ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യണം. എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം, 100% ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യണം. വൈ, കാര്യം ഇംഗ്ലീഷ് ഇല്ലല്ലോ, നമുക്ക് പൊതുവെ ഇംഗ്ലീഷിലാണ് നമുക്ക് തെറ്റ് വരുന്നത്, നമ്മുടെ ആക്യുറസിയിൽ താഴോട്ട് പോകുന്നതും. ഇവിടെ ഇംഗ്ലീഷ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും 100% ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പിക്കിൽ ഈസി DIസിനെ സെലക്ട് ചെയ്തു, അതിൽ നമ്മൾ സബ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു, അതിൽ ഈസി ക്വസ്റ്റ്യൻസിനെ മാത്രം നമ്മൾ ചെയ്തു, ബാക്കിയുള്ളതിന് നമ്മൾ സമയം കളയേണ്ട, മാർക്ക് ആൻഡ് റിവ്യൂ എടുക്കുക, അവസാനം നമുക്ക് ചെയ്യാം. കാര്യം നമ്മുടെ ടേബിൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ, വർക്ക്ഷീറ്റിലുണ്ടല്ലോ, പിന്നെ നമുക്ക് എടുത്താൽ പോരെ. ഓക്കെ, നമ്മൾ ഇനിയാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നത്,
ഫോർത്ത് പിക്ക് ആയിട്ടുള്ള ലെങ്തി DAs അല്ലെങ്കിൽ വേരിയബിൾ ബേസ്ഡ് അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നത്. അപ്പൊ അവിടെ നമുക്ക് വേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവന്മാരെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവന്മാര് ടൈം ഈറ്റേഴ്സ് ആണ്. ഇവന്മാരെന്താ, സമയം ഒരുപാട് എടുക്കും, നമ്മുടെ ഒരുപാട് സമയം കളയും. അപ്പൊ അത് നമ്മുടെ വ്യക്തമായിട്ടുണ്ടാവണം. അതുകൊണ്ട് ഇവന്മാരെ അവസാനം എടുത്താൽ മതി. നമുക്ക് ഇവിടെ എന്താ വേണ്ടത്, ആക്യുറസി ഓവർ സ്പീഡ് ആണ് വേണ്ടത്. അതല്ലേ കാര്യം എന്ന് വെച്ചാൽ വലിയ ക്വസ്റ്റ്യൻസ് വരുമ്പം നമ്മൾ വളരെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ അതിനെ ആദ്യം നമുക്ക് അതിനെ സോൾവ് ചെയ്യണം. നോക്കിക്കോ, ഈ ടൈം ടേക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് DIസിൽ വരുമ്പോൾ മിക്സഡ് DIs വരും, അതായത് ഈ വലിയ DIs വരും, കുറച്ചുകൂടെ എന്താ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള അങ്ങനത്തെ ടൈപ്പ് DIs വരും. പിന്നെ കണ്ടീഷണൽ ബേസ്ഡ് DIs വരും, അതായത് നമുക്ക് കണ്ടീഷൻസ് നോട്ട്സ് ഒക്കെ തന്നിട്ട് ആ നോട്ട് അല്ലെങ്കിൽ കുറച്ച് ക്ലൂസ് ഒക്കെ തരും, അല്ലെങ്കിൽ കണ്ടീഷൻസ് തരും. അതിന്റെ കണ്ടീഷണൽ DIസിന്റെ ഒരു വീഡിയോ ഞാൻ തൊട്ട് മുന്നത്തെ DI ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അത്രയും. അപ്പോൾ അതിനകത്ത് തന്നെ ആ ഒരു DI തന്നെ അത്യാവശ്യത്തിൽ കൂടുതൽ ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ DIs നമ്മൾ അവസാനമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ വേരിയബിൾ ബേസ്ഡ് DIs വരും, അതായത് വാല്യൂസ് തരുന്നത്, വാല്യൂസിന് പകരം നമുക്ക് അവിടെ എക്സും വൈയും ഇസഡും ഒക്കെ തരും. അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് താഴെ നോട്ട്സ് ആയിട്ട് തരും. ആ നോട്ട് കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ DIസിനെ സോൾവ് ചെയ്യണം. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ടൈമാണ് നമ്മൾ ആ കാൽക്കുലേഷന് പോകുന്നത്. നമ്മുടെ 20 മിനിറ്റിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം ചെയ്തുകൊണ്ടിരുന്ന നടക്കുമോ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അവസാനം സമയത്തിൽ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. ഇനി അടുത്തതാണ് വേരിയബിൾ ബേസ്ഡ് DIs, അരിത്തമെറ്റിക് DIs എന്ന് പറഞ്ഞത്. ഒരുപാട് കാൽക്കുലേറ്റീവ് ആണ്. നമുക്ക് എന്താ പറഞ്ഞത്, ഈ പറയുന്ന പോലെ വലിയ ചാപ്റ്റേഴ്സിൽ നമുക്ക് ഈ വേരിയബിൾ ബേസ്ഡ് DIs വരും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, പാർട്ണർഷിപ്പ് പോലുള്ള അതുപോലെ ടൈം ആൻഡ് വർക്കിലൊക്കെ നമുക്ക്, അല്ലെങ്കിൽ എല്ലാ അരിത്തമെറ്റിക് ടോപ്പിക്സിലും നമുക്ക് ഈ വേരിയബിൾ ബേസ്ഡ് അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നമ്മളത് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാൽക്കുലേറ്റീവ് ആയിട്ട് തോന്നും. കാൽക്കുലേറ്റീവ് ആണ്, ഒരുപാട് ടൈം നമുക്ക് എടുക്കും. അത് ഇനിഷ്യൽ ഫേസിൽ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഈസി ക്വസ്റ്റ്യൻസിനെ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് മാത്രമല്ല നമ്മളുടെ ഓവറോൾ സ്കോറിനെ അത് ബാധിക്കും, അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇവന്മാരെ നമ്മൾ എന്ത് ചെയ്താൽ മതി, അവസാനം എടുത്താൽ മതി. ഇനി ലാസ്റ്റ് പിക്ക് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു, ഓൾവേസ് ഞാൻ നമ്മുടെ IBPS SBI ക്ലർക്കിന് ഞാൻ പറഞ്ഞ കാര്യമാണ്. കേസ്ലെറ്റ് DI എന്ന് പറഞ്ഞ ഒരു ട്രാപ്പാണ് ആക്ച്വലി. അത് എത്ര പേർക്ക് മോക്ക് എഴുതിയപ്പോൾ മനസ്സിലായി കാണത്തില്ല, എല്ലാവർക്കും മനസ്സിലായില്ലേ? അതൊരു ട്രാപ്പാണ്. കാര്യം പാരഗ്രാഫ് ബേസ്ഡ് DI ആണ്, ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്, ഒരുപാട് ക്ലൂസ് ഉണ്ട്. നമ്മളത് സോൾവ് ചെയ്യണം, അതിന് നമുക്ക് ഒരുപാട് സമയം എടുക്കും. ഇൻ കേസ് നമ്മളത് സ്കോർ ചെയ്ത് അല്ലെങ്കിൽ സോൾവ് ചെയ്ത് പകുതിയാകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പെട്ടുപോകും. നമ്മുടെ സമയം ഓൾറെഡി ഒരു 3 മിനിറ്റോളം അതിന് വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, പാനിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ലാസ്റ്റ് പിക്കിൽ കേസ്ലെറ്റിനെ എടുത്താൽ മതി. നമ്മൾ എന്ത് ചെയ്യുക, അത് ഇൻ കേസ് നമുക്ക് സമയമുണ്ട് ചെയ്യാനെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ അതിനെ ചെയ്യുക, വായിക്കുക. അതിന്റെ ഡേറ്റാസിനെ നമ്മൾ നോട്ട് ചെയ്യുക, അതിനൊരു ടേബിൾ ഫോമിലോട്ട് മാറ്റുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സബ് ക്വസ്റ്റ്യൻസിൽ ഈസി, മീഡിയം, ഹാർഡിൽ നിന്ന് ഈസി ക്വസ്റ്റ്യൻസിനെ സെലക്ട് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഈസി കേസ്ലെറ്റ് വരികയാണെങ്കിൽ, അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു നമ്മുടെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഇനിയുള്ള 24 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മോക്ക് ടെസ്റ്റിന് അപ്ലൈ ചെയ്യുക. അത് നിങ്ങൾ കമ്പൽസറി ആയിട്ട് ചെയ്യണം. നിങ്ങളുടെ മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും, ഞാനിപ്പോൾ ഓരോരോ ക്ലാസ് നമ്മുടെ RRBPയുടെ അരിത്തമെറ്റിക് സീരീസ്, DI സീരീസ്, അതുപോലെ തന്നെ ബാക്കി ഡേറ്റാ സഫിഷ്യൻസി ഒക്കെ ഞാൻ ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ സ്കോർ ഇംപ്രൂവ്മെന്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. ആ ഒരു വീഡിയോയിൽ കമന്റ് ചെയ്താലും മതി. ഞാനെല്ലാം നിങ്ങൾ നോക്കണേ, നിങ്ങൾ ഏത് കമന്റ് ഇട്ടാലും എന്ത് ഡൗട്ട് ഇട്ടാലും ഞാൻ അപ്പം തന്നെ ഞാൻ ക്ലിയർ തരുന്നില്ലേ, കമന്റിന് റിപ്ലൈ തരുന്നില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഇംപ്രൂവ്മെന്റ് ഞാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു സെക്ഷൻ അല്ലെങ്കിൽ മോക്ക് എഴുതുമ്പോൾ മാർക്ക് ഇങ്ങനെയുള്ളൂ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കമന്റ് മീൻസ് നിങ്ങളുടെ മാർക്ക് കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് കമന്റ് ചെയ്യുക, എന്നോട് ഷെയർ ചെയ്യുക. നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി വരുന്ന 24 ദിവസം നിങ്ങൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യണം, നല്ലപോലെ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞാൽ ഞാനിത് നിങ്ങളോട് പറയുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യണം. ഇനി അങ്ങോട്ടുള്ള മോക്ക് ടെസ്റ്റുകളിലെല്ലാം നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടുന്നതാണ്. കട്ട് ഓഫിനെക്കാട്ടിലും നല്ല മാർക്കോടുകൂടി നിങ്ങൾ പാസ്സാവുന്നതായിരിക്കും. അപ്പം ഒരു ദിവസം പോലും കളയരുത്. ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാവിധ ഹെൽപ്പും ചെയ്യാൻ തയ്യാറാണ്. അപ്പം നിങ്ങൾ അതനുസരിച്ച് വർക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ? താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.